ഒടുവിൽ ലക്ഷ്മിയുടെ അഹങ്കാര വാക്കുകൾക്ക് മുട്ടൻ പണി കിട്ടിയെന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് ഇപ്പോൾ ഒണിയിൽ ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചത്. നമുക്കറിയാം, നേരത്തെ ആദില നൂറ വിഷയവും ലക്ഷ്മി എടുത്തിട്ടത് വലിയ മോശമായി പോയി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ അഭിപ്രായമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം, മസ്താനിയെ ഒണിയിൽ ബാറ്റച്ച് ചെയ്തു എന്നുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു. ഇത് നേരത്തെ തന്നെ ഒണിയിൽ അതൊരു ബാറ്റച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞത്. കാരണം നടന്നു വരുന്ന വഴിയിൽ മുന്നിൽ മസ്താനി ഉണ്ടായിരുന്നു. തടഞ്ഞു വീഴാൻ പോയപ്പോൾ മസ്താനിയുടെ ദേഹത്തൊന്ന് തൊട്ടു എന്നാണ് ഒനിയിൽ പറയുന്നത്. ആ സമയത്ത് തന്നെ താൻ 1-2 തവണ ആ സ്പോട്ടിൽ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സോറി പറയുകയും ചെയ്തു. പിന്നീട് മസ്താനിക്ക് അതൊരു ബാഡ് ടച്ച് ആയിട്ട് തോന്നി. അത് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു. ലക്ഷ്മി അത് കണ്ട ഒരാളെ പോലെ ലക്ഷ്മി അത് വലിയൊരു സംഭവമായി, അതായത് ഒരാൾക്കെതിരെ വലിയ മോശം രീതിയിൽ, അയാളെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾക്കൊരു ഇമേജ് ഉണ്ട് എന്ന് പോലും നോക്കാതെ അയാളെ മാനസികമായിട്ട് തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കോണ്ടന്റ് ഇതിലൂടെ സൃഷ്ടിക്കാമെന്നുള്ള രീതിയിൽ ലക്ഷ്മി സംസാരിച്ചു എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് അത്തരം കാര്യങ്ങൾ, കാണാത്തൊരു കാര്യം സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും ക്യാമറയുണ്ട്, ഇത് ചോദ്യം ചെയ്യപ്പെടും. നേരത്തെ അനുവിൻ്റെ ഒരു വിഷയം വന്നതുപോലെ ഇത് ലാലേട്ടൻ ചോദിക്കും. ഒരു കോണ്ടന്റിന് വേണ്ടി ലക്ഷ്മിയെ സൃഷ്ടിച്ച പോലെ ഒനിലിന് അത് തോന്നി. ഒനിൽ അതുകൊണ്ട് തന്നെ തനിക്കൊരു കുടുംബമുണ്ട്, തനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, താൻ നാളെ വെളിയിലേക്ക് ഇറങ്ങേണ്ട ഒരാളാണ് എന്നൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ ഒനിയിൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇത് ലാലേട്ടൻ വരുമ്പോൾ തീർച്ചയായിട്ടും കാണിക്കണം, എനിക്കത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സംസാരിക്കണം. കാരണം എൻ്റെ കുടുംബത്തിലൊന്നും എനിക്ക് നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ എൻ്റെ കുടുംബക്കാർ എന്നെ കാണുന്നൊരു ഇമേജ് ഉണ്ട്. തനിക്കെതിരെ ഇതുവരെ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ഒന്നും വന്നിട്ടില്ല. തൻ്റെ കുടുംബമൊക്കെ ഒരു വലിയ മാനസികാവസ്ഥയിലൂടെയായിരിക്കും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ നിന്ന് ലാലേട്ടൻ്റെ അടുത്ത് വരുന്ന എപ്പിസോഡ് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒനിലിനെയാണ് കാണുന്നത്. ലക്ഷ്മി അങ്ങനത്തെ ഒരു കാര്യം എടുത്തിട്ടത് വളരെ മോശമായി പോയി. അങ്ങനെ എടുത്തിടേണ്ട ഒരു ആവശ്യം പോലില്ല. ലക്ഷ്മി ആ സംഭവ സ്ഥലത്തേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഞാൻ തടഞ്ഞു വീഴാൻ പോയപ്പോൾ നമ്മുടെ മസ്താനിയുടെ അടുത്ത് സോറി പറയുകയും ചെയ്ത് അവിടെ ക്ലിയർ ചെയ്ത കാര്യമാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ എടുത്തിടുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഒരു ആരോപണം എടുത്തിടുമ്പോൾ ലക്ഷ്മി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് ലാലേട്ടൻ ചോദിക്കണമെന്ന് ഒനിയിൽ പറയുകയും കൺഫെഷൻ റൂമിൽ പോയിട്ട് പൊട്ടിക്കരയുകയും ചെയ്യുന്ന ഒനിലിനെയാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ കഴിഞ്ഞത്. എന്താണ് നിങ്ങളുടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.